പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു ട്രെയിൻ യാത്രക്കായി നമ്മളിപ്പോൾ കൊല്ലം ജില്ലയിലെ പുനലൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലാണുള്ളത്. ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നതായി കാണുന്ന പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ്. നേരെ ഇപ്പോൾ അങ്ങനെ പതുക്കെ പുലർന്നു വരുന്നതേ ഉള്ളൂ. പുനലൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലായി തന്നെ ഒരുപാട് നവീകരണ പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഇതാപ്പം പുനലൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുകയാണ്. ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുകയാണ്. പുനലൂർ റെയിൽവേ സ്റ്റേഷൻ്റെ നെയിം ബോർഡൊക്കെ ഇത്തരത്തിലാണ് വരുന്നത്. ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് പുനലൂരിൽ നിന്നും നാഗർകോവിൽ വരെയാണ്. നാഗർകോവിൽ വരെ ഇന്ന് നമുക്ക് യാത്ര പോകാനുള്ള ട്രെയിനാണ് രണ്ടാമത്തെ ട്രാക്കിലായിട്ട് അപ്പുറത്ത് നിർത്തിയിട്ടിട്ടുള്ളത്. ഇപ്പുറത്ത് ഒന്നാമത്തെ ട്രാക്കിലായിട്ട് ഈ നിർത്തിയിട്ടിരിക്കുന്നത് നമ്മുടെ ചെന്നൈ എഗ്മോറിൽ നിന്നും കൊല്ലത്തോട്ട് പോകുന്ന 16-101 എന്ന ട്രെയിൻ നമ്പർ സർവീസ് നടത്തുന്ന കൊല്ലം എക്സ്പ്രസ് ആണിത്. നമ്മുടെ ചെങ്കോട്ട പുനലൂർ ഗാർഡ് സെക്ഷനിലൂടെയൊക്കെ കടന്നു വരുന്നത് കൊണ്ട് നമ്മുടെ ട്രെയിനിൽ പുറകിലായി ഘടിപ്പിച്ചിട്ടുള്ളൊരു ബാങ്കർ ലോക്കോയാണിത്. WDP 4D ലോക്കോയാണിത്. ഈ ബാങ്കർ ലോക്കോ നമ്മുടെ ഈ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അഴിച്ചു മാറ്റുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ ആകെ മൊത്തം 2 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. സദേൺ റെയിൽവേ സോണിൽ മധുരൈ റെയിൽവേ ഡിവിഷനിൽ കീഴിലായിട്ടാണ് നമ്മുടെ ഈ പുനലൂർ റെയിൽവേ സ്റ്റേഷൻ എല്ലാം വരുന്നത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്രക്കുള്ള നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോയാണ് കാണുന്നത്. ഈറോഡ് ഇലക്ട്രിക്കൽ ലോക്കോ ഷെഡിൻ്റെ ഈ കാണുന്ന WAG9 ലോക്കോയിലാണ് നമ്മൾ പുനലൂർ തൊട്ട് നാഗർകോവിൽ വരെ യാത്ര ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഇതുപോലുള്ള WAG9 ലോക്കോകളൊക്കെ ചരക്ക് നീക്കത്തിനാണ് ഉപയോഗിക്കാറുള്ളത്. പുനലൂർ റെയിൽവേ സ്റ്റേഷനിലാകെ 12ഓളം ട്രെയിനുകൾക്കാണ് സ്റ്റോപ്പുള്ളത്. പാലരുവി, ചെന്നൈ കൊല്ലം എക്സ്പ്രസ്, വേളാങ്കണ്ണി എറണാകുളം എക്സ്പ്രസ്, ഗുരുവായൂർ മധുരൈ എക്സ്പ്രസ്, പുനലൂർ മധുരൈ, പുനലൂർ നാഗർകോവിൽ, ഇതുകൂടാതെ കൊല്ലത്തിനും പുനലൂരിനും ഇടയ്ക്ക് സർവീസ് നടത്തുന്ന മെമു ട്രെയിൻ തുടങ്ങിയ ട്രെയിനുകൾക്കൊക്കെയാണ് പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുള്ളത്. നമ്മുടെ ട്രെയിനിന് കാണുന്ന രീതിയിൽ ഒരുപാട് റൈഡ് ഷെയറിംഗ് ഒക്കെ വരുന്നുണ്ട്. തിരുനെൽവേലി നാഗർകോവിലായിട്ടും നാഗർകോവിൽ കന്യാകുമാരിയായും കന്യാകുമാരി പുനലൂരായും പുനലൂർ നാഗർകോവിലും ആയല്ല ഈ ട്രെയിനിന് റൈഡ് ഷെയറിംഗ് വരുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ അങ്ങനെ കൃത്യം 6:35 കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ പുനലൂർ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ അപ്പം പുറപ്പെട്ടിരിക്കുകയാണ്. പുനലൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലായി തന്നെ 1-2 WDP 4D ഡീസൽ ലോക്കോകളൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഈ ലോക്കോകളൊക്കെ അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ. ഈ പുനലൂർ ചെങ്കോട്ട റൂട്ടിലൂടെ കടന്നു പോകുന്ന ട്രെയിനുകളെല്ലാം തന്നെ മുന്നിലും പുറകിലായിട്ട് 2 ലോക്കോ വെച്ചാണ് ചെങ്കോട്ടയിലോട്ട് കയറി പോകുന്നത്. അങ്ങനെ പുറകിൽ വെക്കുന്ന ലോക്കോകളെ ബാങ്കർ ലോക്കോ എന്നാണ് പറയാറുള്ളത്. ബാങ്കർ ലോക്കോകളെല്ലാം നമ്മുടെ പുനലൂരിൽ നിന്നുമാണ് ട്രെയിനിൽ ഘടിപ്പിക്കുന്നത്. ഈ ലോക്കോകളെല്ലാം പിന്നീട് ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് ഊരി മാറ്റുന്നത്. ഈ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഈ ബാങ്കർ ലോക്കോകളെല്ലാം ഘടിപ്പിക്കുന്നത് ഊരി മാറ്റുന്നതും നമുക്ക് അധികകാലം ഇനി കാണാൻ കഴിയുന്നതല്ല. നമ്മുടെ ഈ പുനലൂർ ചെങ്കോട്ട ലൈനെല്ലാം ഇലക്ട്രിഫിക്കേഷൻ വർക്കുകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ഈ റൂട്ടിലൂടെ പുതിയ ഇലക്ട്രിക്കൽ ലോക്കോകളൊക്കെ ഓടിത്തുടങ്ങും. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുനലൂർ നാഗർകോവിൽ ട്രെയിൻ എല്ലാ ദിവസവും രാവിലെ 6:35 പുനലൂരിൽ നിന്നും പുറപ്പെട്ട് ഉച്ചയ്ക്ക് 11:35 ആകുമ്പോഴേക്ക് നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നു. ആകെ 180 കിലോമീറ്ററാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. ഈ 180 കിലോമീറ്ററിനിടക്കായി ഏകദേശം 18ഓളം റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട്. പുനലൂർ തൊട്ട് നാഗർകോവിൽ വരെ ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് 40 രൂപയാണ്. വൈകുന്നേരം തിരിച്ച് ഈ ട്രെയിൻ 3:23 നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്നും പുറപ്പെട്ട് രാത്രി 8:15 വീണ്ടും പുനലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ എത്തിച്ചേരുന്നു. പുനലൂരിൽ നിന്നും പുറപ്പെട്ടതിന് ശേഷം നമ്മുടെ ട്രെയിൻ അങ്ങനെ അതിൻ്റെ ആദ്യ സ്റ്റേഷനായ ആവണീശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. 2 പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഈ ആവണീശ്വരം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. AVS എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. സദേൺ റെയിൽവേയിൽ മധുരൈ റെയിൽവേ ഡിവിഷന് കീഴിലായിട്ടാണ് ഈ ആവണീശ്വരം റെയിൽവേ സ്റ്റേഷനും വരുന്നത്. ആവണീശ്വരം റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല, ഇന്ന് നമ്മൾ യാത്ര തുടങ്ങിയ പുനലൂർ തൊട്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേയുള്ള കിളിക്കൊല്ലൂർ വരെയുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും മധുരൈ റെയിൽവേ ഡിവിഷനായി കീഴിലായിട്ട് വരുന്ന റെയിൽവേ സ്റ്റേഷനുകളാണ്. ട്രെയിൻ അങ്ങനെ ആവണീശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിട്ടിരിക്കുകയാണ്.
ട്രെയിനിൻ്റെ ഇരുവശത്തും ഇതാ ഒരുപാട് കപ്പ കൃഷിയും വാഴക്കൃഷിയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഈ ട്രെയിനിൽ നിന്ന് കാണാൻ കഴിയുന്നതാണ്. നമ്മുടെ ട്രെയിൻ അങ്ങനെ ഇതാ അപ്പോൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് ഇപ്പോൾ ഇതാ കയറിക്കൊണ്ട് നിൽക്കുന്നത്. നമ്മുടെ ഈ ട്രെയിനിൻ്റെ തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിട്ട് നിർത്തിയിട്ടിരിക്കുന്നത് നമ്മൾ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ട നമ്മുടെ ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ് ആണിത്. നമ്മുടെ ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷനാണ്. കൂടാതെ ഇതൊരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ്. ഇതൊരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആവാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ലൈൻ, എറണാകുളം ലൈൻ, കൂടാതെ ചെങ്കോട്ടയിലേക്കുള്ള ലൈൻ എന്നീ 3 ലൈനുകൾ ഇവിടെ നിന്നാണ് തിരിഞ്ഞു പോകുന്നത്. 6 പ്ലാറ്റ്ഫോമുകളാണ് നമ്മുടെ ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മധുരൈ റെയിൽവേ ഡിവിഷനിൽ നിന്ന് മാറി നമ്മളിപ്പോൾ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലോട്ട് കയറിയിരിക്കുകയാണ്. നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനെല്ലാം തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന് കീഴിലായിട്ടാണുള്ളത്. നമ്മുടെ ഈ ട്രെയിൻ എങ്ങനെ ഇതാ അപ്പം കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് പേർ നമ്മുടെ ഈ ട്രെയിനിൽ കയറാൻ വേണ്ടി ഇവിടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പുനലൂരിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഈ ട്രെയിനിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ ഈ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു പോകുന്ന ട്രെയിൻ നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും സെക്കന്ദരാബാദ് ജംഗ്ഷൻ വരെ പോകുന്ന ശബരി എക്സ്പ്രസ് ആണ്. ഈ ട്രെയിൻ 6:45 നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും പുറപ്പെടുന്നത്. നമ്മുടെ ട്രെയിനും അങ്ങനെ ഇപ്പം കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. ഇത് അപ്പുറത്തെ ട്രാക്കിലേക്ക് കാണുന്നത് നമ്മുടെ കൊല്ലം നാഗർകോവിൽ എക്സ്പ്രസ് ആണ് അവിടെ നിർത്തിയിട്ടിട്ടുള്ളത്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും അവസാനത്തെ ട്രാക്കിലായി ഇതാ നിർത്തിയിട്ടിരിക്കുന്ന ഓറഞ്ച് വന്ദേ ഭാരത് നമ്മുടെ കേരളത്തിന് 3ാമതായി ലഭിച്ച ഓറഞ്ച് വന്ദേ ഭാരതിൻ്റെ റേക്കാണ് ഇത് അവിടെ നിർത്തിയിട്ടിട്ടുള്ളത്. നിലവിൽ ആ ഓറഞ്ച് വന്ദേ ഭാരത് സർവീസ് നടത്തുന്നില്ല. സർവീസും അതിൻ്റെ റൂട്ടും ഒന്നും തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അപ്പുറത്തെ ട്രാക്കിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിൻ 16729 എന്ന ട്രെയിൻ നമ്പറിൽ സർവീസ് നടത്തുന്ന മധുരൈ പുനലൂർ എക്സ്പ്രസ് ആണിത്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ പരവൂർ റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇടവ നടയറക്കായലിൻ്റെ സൈഡിലൂടെയാണ് ഇതപ്പം പോയിക്കൊണ്ട് നിൽക്കുന്നതൊക്കെ.
നമ്മുടെ ട്രെയിൻ അങ്ങനെ എന്താ അപ്പം കാപ്പിൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇതാ എത്തിയിട്ടുള്ളത്. കാപ്പിൽ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിനിന് സ്റ്റോപ്പൊന്നുമില്ല. പക്ഷേ ട്രെയിൻ വളരെ സ്ലോ ആയിട്ടാണ് നമ്മുടെ കാപ്പിൽ റെയിൽവേ സ്റ്റേഷനിലൂടെ ഇതാ അപ്പം പോയിക്കൊണ്ട് നിൽക്കുന്നത്. നമ്മുടെ ട്രെയിനിന് അങ്ങനെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലൊന്നും സ്റ്റോപ്പില്ല. ഒരു എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിനായിട്ടാണ് ഈ പുനലൂർ നാഗർകോവിൽ ട്രെയിൻ സർവീസ് നടത്തുന്നത്. നമ്മുടെ ട്രെയിൻ അങ്ങനെ അപ്പം വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ അത് എത്തിയിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണല്ലോ ഈ വർക്കല എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈ വർക്കലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളൊന്നായ ഈ വർക്കല ബീച്ചിലേക്ക് നമ്മുടെ ഈ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്ററിനുള്ളിൽ ദൂരം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായ ശിവഗിരി മഠത്തിലേക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം 3 കിലോമീറ്ററിനുള്ളിൽ ദൂരം മാത്രമാണ് വരുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിൻ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഛത്തീസ്ഗഡിലെ കോർബ വരെ പോകുന്ന കോർബ എക്സ്പ്രസ് ആണ് ഇത് അവിടെ നിർത്തിയിട്ടുള്ളത്. ആഴ്ചയിൽ തിങ്കൾ വെള്ളി എന്നീ 2 ദിവസങ്ങളിലാണ് ഈ ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്നും കോർബയിലോട്ട് പോകുന്നത്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലൊന്നും അധികം സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള ട്രെയിനിലൊക്കെ ഇത്തരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് നിർത്തിയിടുന്നത്. കുറച്ചധികം ആളുകൾ തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ട്രെയിനിൽ കയറാൻ വേണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ട്രെയിൻ അങ്ങനെ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇതാ മുരുക്കുമ്പുഴ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. നമ്മുടെ ട്രെയിനിന് ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല. പക്ഷേ എന്താണെന്ന് അറിയില്ല, നമ്മുടെ ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ അങ്ങനെ ഇതാ വീണ്ടും മുരുക്കുമ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ ഏകദേശം ഒരു 5 മിനിറ്റോളം സമയത്ത് ഈ മുരുക്കുമ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിട്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ വീണ്ടും യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ അപ്പം തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. 3 പ്ലാറ്റ്ഫോമുകളാണ് നമ്മളെ ഈ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിലുള്ളത്. കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിൻ എല്ലാ ദിവസവും നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്നും കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ട്രെയിനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും 6:25 നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്നും പുറപ്പെട്ട് രാവിലെ 10:20 കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ ട്രെയിൻ എത്തിച്ചേരുന്നു. നമ്മുടെ ട്രെയിൻ അങ്ങനെ വീണ്ടും കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തെ ട്രാക്കിലേക്ക് നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിൻ മാംഗ്ലൂർ സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ, മാവേലി എക്സ്പ്രസിൻ്റെ റേക്കുകളാണ് അവിടെ നിർത്തിയിട്ടിട്ടുള്ളത്.
നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇതാ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേയുള്ള വേളി റെയിൽവേ സ്റ്റേഷനിലൂടെയാണ് ഇതാ അപ്പം പോയിക്കൊണ്ട് നിൽക്കുന്നത്. ഇരുപത്തിരണ്ട് 114 എന്ന ട്രെയിൻ നമ്പറിൽ സർവീസ് നടത്തുന്ന കൊച്ചുവേളി മുംബൈ ലോകമാന്യത്തിലെ ഗരീബ് രാത്ത് എക്സ്പ്രസ് ആണ് ഇത് അപ്പോൾ ആ കടന്നു പോയത്. ആഴ്ചയിൽ ഞായർ വ്യാഴം എന്നീ 2 ദിവസങ്ങളിലാണ് ഈ ട്രെയിൻ മുംബൈ ലോകമാന്യത്തിലേക്കിലോട്ട് സർവീസ് നടത്തുന്നത്. രാവിലെ 9:10 ഈ ട്രെയിൻ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്നത്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇതാ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ ഈ ട്രെയിനിന് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പില്ല. സ്റ്റോപ്പ് തിരുവനന്തപുരത്താണ് വരുന്നത്. നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ് കേട്ടോ ഈ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പല ട്രെയിനുകളും യാത്ര തുടങ്ങുന്നത്. നമ്മുടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ തിരക്ക് കുറയ്ക്കാനായി നിർമ്മിച്ചൊരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. മുംബൈ ലോകമാന്യ തിലകിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന അടുത്ത ട്രെയിനാണ് ഇതാ അപ്പോൾ ആ കടന്നു പോയിക്കൊണ്ട് നിൽക്കുന്നത്. 16-346 എന്ന ട്രെയിൻ നമ്പറിൽ സർവീസ് നടത്തുന്ന തിരുവനന്തപുരം സെൻട്രൽ മുംബൈ ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് ആണ് ഇതാ പോയിക്കൊണ്ട് നിൽക്കുന്നത്. ഈ ട്രെയിൻ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും രാവിലെ 9:15 പുറപ്പെടുന്നത്. നമ്മളങ്ങനെ ഇതാപ്പം തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളോട്ടാണ് ഇതാപ്പം കയറിക്കൊണ്ട് നിൽക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പല ഭാഗത്തായിട്ട് ഇതാ ഒരുപാട് ലോക്കോകളും ട്രെയിനുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് തന്നെ കാണാൻ കഴിയുന്നതാണ്. ഇവിടെ ഈ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിൻ മാംഗ്ലൂർ തിരുവനന്തപുരം കോട്ടയം വഴി വരുന്ന മലബാർ എക്സ്പ്രസ് ആണ് ഇത് അവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. നമ്മുടെ ട്രെയിൻ എങ്ങനെ അപ്പം കേരളത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നായ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇതാപ്പോൾ എത്തിയിരിക്കുകയാണ്. 9:20 എത്തേണ്ട നമ്മുടെ ട്രെയിൻ ഏകദേശം 10 മിനിറ്റോളം വൈകിട്ട് 9:40 കൂടിയാണ് ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ ട്രെയിനിന് ഏകദേശം 5 മിനിറ്റോളം സമയം ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ തമ്പാനൂർ എന്ന സ്ഥലത്താണ് നമ്മുടെ ഈ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. 5 പ്ലാറ്റ്ഫോമുകളും അതുപോലെ തന്നെ 16ഓളം ട്രാക്കുകളുമാണ് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. TVC എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. നമ്മുടെ ട്രെയിൻ അങ്ങനെ ഇതപ്പം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം അരമണിക്കൂറോളം വൈകിട്ടാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ളത്.
कृपया प्लेटफॉर्म पर प्रवेश करने से पहले वैध यात्रा टिकट या प्लेटफॉर्म टिकट लें। Please carry valid journey ticket for flight. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇതൊരു പാരൽ റൺ നടത്തിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ ഈ അപ്പുറത്തെ ട്രാക്കിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ഈ ട്രെയിൻ നമ്മൾ നേരത്തെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ട മലബാർ എക്സ്പ്രസ് ആണ്. എനിക്ക് തോന്നുന്നു ഈ ട്രെയിൻ മെയിൻ്റനൻസിനോ മറ്റോ എങ്ങോട്ടോ ഷണ്ട് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ നമ്മുടെ പാരൽ റണ്ണിന് ശേഷം നമ്മുടെ ട്രെയിൻ എങ്ങനെ ചെയ്താൽ അപ്പം മലബാർ എക്സ്പ്രസ്സിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എറണാകുളം ലോക്കോ ഷെഡിൻ്റെ ഒരു WDG-3A ലോക്കോയാണ് നമ്മുടെ ഈ മലബാർ എക്സ്പ്രസ്സിനെ ഇപ്പോൾ ഷണ്ട് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ട്രെയിൻ അങ്ങനെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും പുറപ്പെട്ടതിന് ശേഷം ആദ്യ സ്റ്റേഷനായ നേമം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ അതായത് എത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ നേമം റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. നേമം എന്നുള്ള പേരൊക്കെ ഇപ്പം മാറ്റി ഈ റെയിൽവേ സ്റ്റേഷന് തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്ന് പേരാക്കിയിട്ടുണ്ട് റെയിൽവേ. നേമം റെയിൽവേ സ്റ്റേഷനിലോട്ട് ഈ വരുന്ന ട്രെയിൻ നമ്മുടെ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്നും കൊച്ചുവേളിയിലോട്ട് പോകുന്ന ട്രെയിനാണ്. ഈ ട്രെയിനിന് ഒരുപാട് റേക്ക് ഷെയറിംഗ് ഒക്കെ വരുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ കാക്കിനട ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ ട്രെയിൻ SMVT ബാംഗ്ലൂരിലേക്ക് ശേഷാദ്രി എക്സ്പ്രസ്സായി സർവീസ് നടത്തുന്നു. SMVT ബാംഗ്ലൂരിൽ നിന്ന് ഈ ട്രെയിൻ നാഗർകോവിലേക്ക് നാഗർകോവിൽ എക്സ്പ്രസ്സായും നാഗർകോവിൽ നിന്ന് ഈ ട്രെയിൻ കൊച്ചുവേളിയിലേക്ക് കൊച്ചുവേളി ഇൻ്റർസിറ്റി ട്രെയിനുമായിട്ട് ഈ ട്രെയിനിന് റേക്ക് ഷെയറിംഗ് ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ അങ്ങനെ അപ്പം നേമം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. 3 പ്ലാറ്റ്ഫോമുകളാണ് ഈ നേമം റെയിൽവേ സ്റ്റേഷനിലുള്ളത്. ഈ നേമം റെയിൽവേ സ്റ്റേഷൻ ഒരു ടെർമിനൽസ് റെയിൽവേ സ്റ്റേഷൻ ആക്കാനുള്ള പ്രവൃത്തികളൊക്കെ ഇതപ്പം നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ടെർമിനൽസ് റെയിൽവേ സ്റ്റേഷൻ ആയാൽ കൂടുതൽ പ്ലാറ്റ്ഫോമുകളും കൂടുതൽ ട്രാക്കുകളൊക്കെ ഈ നേമം റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഈ പുതിയ ട്രെയിൻ സർവീസുകളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് ആരംഭിക്കാൻ കഴിയുന്നതാണ്.
നമ്മുടെ ട്രെയിൻ എങ്ങനെ ഇതപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പാറശാല റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇതപ്പോൾ എത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ ട്രെയിൻ യാത്രയിൽ നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ പാറശാല റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി വരുന്ന റെയിൽവേ സ്റ്റേഷനെല്ലാം തമിഴ്നാട്ടിലുള്ള റെയിൽവേ സ്റ്റേഷനുകളാണ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ എങ്ങനെ ഇതപ്പം വീണ്ടും പാറശാല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. 2 പ്ലാറ്റ്ഫോമുകളാണ് ഈ പാറശാല റെയിൽവേ സ്റ്റേഷനിലുള്ളത്. നമ്മുടെ ട്രെയിൻ എങ്ങനെ ചെയ്തപ്പം കുളിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ അതാ എത്തിയിട്ടുള്ളത്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് ഈ കുളിത്തുറ റെയിൽവേ സ്റ്റേഷൻ എല്ലാം വരുന്നത്. സദേൺ റെയിൽവേ സോണിൽ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന് കീഴിലായി തന്നെയാണ് നമ്മുടെ ഈ കുളിത്തുറ റെയിൽവേ സ്റ്റേഷനും വരുന്നത്. രണ്ട് പ്ലാറ്റ്ഫോമുകളാണ് ഈ കുളിത്തുറ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. KZT എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. കൂടാതെ നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ കുളിത്തുറ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. തിരുവനന്തപുരം തൊട്ട് കന്യാകുമാരി വരെയുള്ള പാത ഇരട്ടിപ്പിക്കലിൻ്റെ ഭാഗമായുള്ള പണികളൊക്കെ അവിടെ ഈ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ ഈ ട്രെയിൻ നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പില്ല. നമുക്ക് നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് വരുന്നത്. നമ്മുടെ ട്രെയിൻ എങ്ങനെ അതിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേഷനായ നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇത് അവസാനം എത്തിയിരിക്കുകയാണ്. 11:35 എത്തേണ്ട നമ്മുടെ ട്രെയിൻ അങ്ങനെ ഏകദേശം 15 മിനിറ്റോളം വൈകി 11:50 ആയപ്പോഴേക്കുമാണ് നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പോൾ എത്തിയിട്ടുള്ളത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ പുനലൂർ തൊട്ട് നാഗർകോവിൽ വരെയുള്ള ട്രെയിൻ യാത്ര നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നമ്മളിപ്പോൾ അവസാനിക്കുകയാണ്. ഇന്നത്തെ ട്രെയിൻ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു ട്രെയിൻ യാത്രയിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി.